ഏതായാലും ഇപ്പോൾ കളി കാര്യമാകുന്ന രീതിയിലേക്കാണ് ഇന്ത്യ ബംഗ്ലാദേശ് വിഷയങ്ങൾ മുൻപോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇരു രാജ്യങ്ങൾ തമ്മിൽ ഉള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക സ്പോർട്സിനെ തന്നെയാകും. സ്പോർട്സാണ് പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന ഒരു സംഭവം. അത്തരത്തിൽ 2025 IPL ലേലത്തിൽ ഒരൊറ്റ ബംഗ്ലാദേശി കളിക്കാരനെയും എടുക്കണ്ട എന്നുള്ള തീരുമാനം ഇന്ത്യൻ ഏജൻസികൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിന്റെ പിന്നിൽ BCCI ആണ് എന്നാണ് ബംഗ്ലാദേശ് ആരോപിക്കുന്നത്. BCCI ഈ മറ്റ് കമ്പനികൾക്ക്, അതായത് താരങ്ങളെ വിലക്കെടുക്കുന്ന ഏജൻസികൾക്കും കമ്പനികൾക്കൊക്കെ നിർദ്ദേശം നൽകി ബംഗ്ലാദേശികളെ എടുക്കണ്ട എന്നാണ്. പക്ഷേ അത്തരത്തിലുള്ള നിർദ്ദേശം BCCI നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. സ്വമേധയാ ഓരോ ഏജൻസിയും ബംഗ്ലാദേശി കളിക്കാരനെ തങ്ങൾക്ക് വേണ്ട, കാരണം അവിടെ വലിയ ഹിന്ദു വംശഹത്യ നടത്തുന്നവരുടെ രാജ്യത്തു നിന്നും ഒരു കളിക്കാരനും ഇനി ഈ IPL ഞങ്ങളുടെ പണം വാങ്ങി കളിക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതായിട്ടാണ് ഈ ചില ഏജൻസികളുടെയൊക്കെ വക്താക്കൾ പറയുന്നത്. ഏതായാലും കഴിഞ്ഞ തവണയും IPL ബംഗ്ലാദേശിൻ്റെ കളിക്കാർ നമ്മുടെ ടീമുകൾക്കൊപ്പം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനിയായിരുന്ന ഷാക്കിബ് അൽ ഹസൻ, മുസ്തഫിർ റഹ്മാൻ, മൊയ്തി ഹസൻ മിറാസ് തുടങ്ങിയവരെ കളിക്കാരെ ഒന്നും, ലിട്ടൺ ദാസ് തുടങ്ങിയ കളിക്കാരെ ഒന്നും തന്നെ ആരെയും എടുത്തിട്ടില്ല. അതിൽ തന്നെ മെഹദി ഹസൻ മിറാസിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ 1 കോടി രൂപയായിരുന്നു. മുഫ്താഫിസുർ റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ 2 കോടി രൂപയായിരുന്നു. ഒരുപക്ഷെ ലേലത്തിൽ അത് 2.5 കോടിയോ 3 കോടിയോ ഒക്കെ പോകും. IPL സീസൺ മുഴുവൻ ഒരു വലിയ ചാകര തന്നെയാണ് ലോകത്തെമ്പാടുമുള്ള ക്രിക്കറ്റ് കളിക്കാർക്ക് ഇത്തരം IPL ലേലങ്ങൾ, IPL കളികൾ, ഇതെല്ലാം. പക്ഷെ എന്തായാലും ഇത്തവണ ബംഗ്ലാദേശി കളിക്കാരെ ഒന്നും ഇന്ത്യക്ക് ആവശ്യമില്ല, ഇന്ത്യൻ ടീമുകൾക്ക് ആവശ്യമില്ല എന്നൊരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നു. ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുമ്പോൾ ആദ്യ അടി കിട്ടിയിരിക്കുന്നത് ബംഗ്ലാദേശ് താരങ്ങൾക്ക് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ഇനി ഏതൊക്കെ രീതിയിലുള്ള ബഹിഷ്കരണമാകും ബംഗ്ലാദേശിനെതിരെ ഉണ്ടാവുക എന്നതും കാത്തിരുന്ന് കാണണം. ഏതായാലും അദാനിയെ പോലുള്ളവർ വൈദ്യുതി കട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി മറ്റ് കമ്പനികളും ചരക്കുകൾ അങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാനോ ഇല്ലെങ്കിൽ ബംഗ്ലാദേശി കച്ചവടക്കാരെ ഇവിടെ കച്ചവടം ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ പോയേക്കാം. ഏതായാലും ഇപ്പോൾ അത് ബാധിച്ചിരിക്കുന്നത് IPL തന്നെയാണ്.